Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമല്ല നമ്മൾ ഇതുപോലെ ഫ്ലഷ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലീറ്റ് ക്ലോസറ്റും കാര്യങ്ങളുടെയൊക്കെ ഫ്ലഷിന്റെ സിസ്റ്റം ഏകദേശം സെയിം ആണ്. അതിന്റെ ഫ്ലഷും അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വെള്ളം കൊടുക്കുന്ന വാൽവും കാര്യങ്ങളൊക്കെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്കൊന്ന് നോക്കാം. അത് മാത്രമല്ല ഏതിൽ നിന്നാണ് ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഫ്ലഷ് തുറന്നു വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മുകൾ വശം. നമ്മളതിൻ്റെ ഫ്ലഷ് മാറി അതിന് ശേഷം ഈ ഫ്ലഷിൻ്റെ മെയിനായിട്ട് വരുമ്പോൾ വാൽവാണ് ഈ കാണുന്നത്. ഈ വാൽവിലാണ് നമുക്ക് മെയിനായിട്ട് വെള്ളം കാര്യങ്ങൾ നമ്മൾ ആംഗിൾ കോക്ക് വഴി അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുവഴിയായിട്ടാണ് ആ വാൽവിൻ്റെ സിസ്റ്റം മെക്കാനിക്കൽ സിസ്റ്റം അനുസരിച്ചിട്ടാണ് വാൽവ് ക്ലോസ് ആവുന്നത് ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നോക്കിയെന്ന് അറിയാൻ പറ്റും. ഈ വാൽവ് കണ്ടോ, വെള്ളം വരുന്നതനുസരിച്ചിട്ട് പൊങ്ങി ക്ലോസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ വെള്ളം വരുന്നതനുസരിച്ചിട്ട് ആ വാൽവ് പതുക്കെ പൊങ്ങി ഫുൾ ക്ലോസ് ആവും. വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വാൽവിനോട് ചേർന്ന് ഏറ്റവും താഴെ കണ്ടോ, ഏറ്റവും താഴെ നമ്മളിപ്പോൾ പൊക്കി പിടിച്ച സമയത്ത് അത് ക്ലോസ് ആയി കഴിഞ്ഞു. കണ്ടോ, ഇത്രയും വരെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ വെള്ളം വരുമ്പോൾ ആ ബോളാണ് വരുന്നത്. ആ ബോൾ ഫുൾ പൊങ്ങി വരുന്ന സമയത്ത് ആ വെള്ളം അവിടെ സ്റ്റോപ്പ് ആവും. അതിൻ്റെ മെയിനായിട്ട് വരുന്ന ആ സ്ക്രൂവും അതിൻ്റെ വാൽവിൻ്റെ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് വെള്ളത്തിൻ്റെ ലെവൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ക്ലോസറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഫ്ലഷിൽ ഒറ്റ ഫ്ലഷിൽ ഉപയോഗിക്കുന്ന വെള്ളം എത്ര വേണമെന്ന് നമുക്ക് ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ തുമ്പത്തായിട്ട് സ്ക്രൂ ഉണ്ടോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വെള്ളം എങ്ങനെ കറക്റ്റായിട്ട് വരുന്നതെന്നും അത് സ്റ്റോപ്പ് ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫ്ലഷിലേക്ക് പോകുന്ന വാൽവ് വരുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. കണ്ടോ, നമ്മളിത് ഫ്ലഷ് പുറമേ നിന്ന് ഞെക്കുന്ന സമയത്ത് ഇതിൻ്റെ മെക്കാനിക്കൽ വാൽവ് കണ്ടോ, നമ്മൾ മെക്കാനിക്കൽ ഞെക്കുന്ന സമയത്ത് ആ വാൽവ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ റബ്ബർ ബുഷ് ഉണ്ട്. ആ റബ്ബർ ബുഷ് വന്നിട്ട് താഴെ ടച്ച് ചെയ്ത് നിന്നതിൽ മാത്രമേ ലീക്കില്ലാതെ വെള്ളം എപ്പോഴും സ്റ്റോറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പൊക്കുന്ന സമയത്ത്, അതായത് ഈ വാൽവ് തുറക്കുന്ന സമയത്ത് ആ റബ്ബർ ബുഷ് താഴെ നിന്ന് പൊങ്ങി ആ വെള്ളം ഫുള്ളായിട്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇത് കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന വാഷ്, അത് റബ്ബറിൻ്റെ വാഷാണ് ഏറ്റവും താഴെ വന്നത്. ആ റബ്ബറിൻ്റെ വാഷ് ബൾജ് ചെയ്ത് കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും ഏത് ക്ലോസറ്റ് ആണെങ്കിലും അതിൻ്റെ ഫ്ലഷിലൂടെ കംപ്ലയിൻ്റ് ആയിട്ട് തുള്ളിയായിട്ട് വെള്ളം എപ്പോഴും ക്ലോസറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ടാങ്കിൽ ഒരിക്കലും വെള്ളം നിൽക്കില്ല, വാട്ടർ ടാങ്കിൽ വെള്ളം നിൽക്കില്ല. അതിന് ശേഷമായിരിക്കും നമ്മളിത് ശ്രദ്ധിക്കുക. അപ്പോൾ കാലപ്പഴക്കം വരുന്ന സമയത്ത് ഈ പറയുന്ന ആ ഫ്ലഷിൻ്റെ ഏറ്റവും താഴത്തെ ആ വാൽവിൻ്റെ ആ റബ്ബർ ബുഷ് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് മൊത്തമായിട്ട് നമുക്ക് സിസ്റ്റം മൊത്തമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ആ വാഷ് മുട്ടിയിരിക്കുന്ന സ്ഥലത്ത്, അതായത് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ വാഷ് മുട്ടിയിരിക്കുന്ന സമയത്ത് ചെളി വന്നടിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ വെള്ളം താഴേക്ക് വന്നിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ അടിവശം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് ഹോസെറ്റ് ഉപയോഗിച്ചിട്ട് ശരിക്കും പ്രഷറിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെളി പോയി കിട്ടും. ചെളി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ലീക്ക് കാര്യങ്ങളൊക്കെ ഒരു 90% ലീക്ക് അവിടെ തന്നെ മാറി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മൾ ഈ വാൽവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം സ്റ്റോപ്പ് ആവാതെ ലീക്കായി പുറത്തേക്ക് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ വേറൊരു കാര്യം, അതായത് ഫ്ലഷിലൂടെ അല്ലാതെ നമ്മുടെ ഫ്ലഷ് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറയുന്ന ആ വാൽവ് ഈ പറയുന്ന അതിൻ്റെ അകത്ത് മുട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് മുട്ടി നിൽക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫ്ലഷ് മുകളിലേക്ക് പൊങ്ങിയ താഴെ ചെയ്യില്ല. അങ്ങനെ ഫുൾ ടൈമും ഫ്ലഷിലൂടെ, അതായത് പുറത്ത് ഫ്ലഷ് ടാങ്കിലൂടെ ക്ലോസറ്റിലേക്ക് അല്ലാതെ ഫ്ലഷ് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ വാൽവിൽ വരുന്ന സിസ്റ്റംസും അതെങ്ങനെയാണ് വെള്ളം സ്റ്റോപ്പ് ആവുന്നത്, അതിനെ എങ്ങനെ അലൈൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്ന വെള്ളം, അതായത് ഫ്ലഷ് നിറഞ്ഞല്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.